തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിലുള്ള അഭിഭാഷകൻ സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിൽ പ്രഭാകരൻ എന്നാണ് അഭിഭാഷകൻ്റെ പേര്. അദ്ദേഹം ഒരു വിവരാവകാശ രേഖ കൊടുക്കുന്നു. ആ വിവരാവകാശ രേഖയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അതായത് തമിഴ്നാട്ടിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, ബാലവിവാഹം നടത്തുന്ന കുട്ടികൾ, കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് 36,137 പെൺകുട്ടികളാണ് അങ്ങനെ ഗർഭിണികളായത്. അത് വലിയൊരു കണക്കാണ്. അത്രയേറെ വിവാഹം അവിടെ നടക്കുന്നു എന്നാണ്. ബാലവിവാഹം നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലും അതിനെക്കുറിച്ചൊക്കെ ചില കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്റ്റാലിൻ്റെ തമിഴ്നാടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പറയട്ടെ, 2 ദിവസം മുമ്പാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത അതേ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടത്. കമ്പത്ത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോയിട്ട് തലയറുത്ത് കൊല്ലുകയായിരുന്നു. പല വാർത്തകളിലേക്ക് പോയപ്പോൾ അതാരും വലുതായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷെ വാർത്തയിൽ പോകുമ്പം അതും ഇതേ ബാലവിവാഹമായിരുന്നു. ബാലവിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഉറപ്പിച്ചൊരു വിവാഹം. പെൺകുട്ടി 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരണ സമയത്ത് അതിൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൈം ചെയ്ത ആൾ വീട്ടിൽ വരുന്നു, കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു. തട്ടിക്കൊണ്ട് പോയിട്ട് പിന്നീട് ബോഡി തല അറക്കപ്പെട്ട നിലയിൽ തല അറുത്തിട്ട് അതും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലീസ് വിചാരിച്ചു അത് ശരിക്കും കൊന്ന ആൾ ആത്മഹത്യ ചെയ്തു. നല്ല ആൾ ആത്മഹത്യയൊന്നും ചെയ്തില്ലായിരുന്നു, പിന്നെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ അത് കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്നു. വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ 16 വയസ്സേ കുട്ടിക്കുള്ളൂ. 16 വയസ്സായതുകൊണ്ട് ലീഗലി അതല്ല എന്ന് അവിടെയുള്ള ലോക്കൽ ബോഡീസ് ആരൊക്കെ പറഞ്ഞത് ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ കല്യാണം 2 വർഷത്തേക്ക് കാത്തിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു വൈരത്തിൽ, ആ ദേഷ്യത്തിലാണ് ആൾ ഈ ഒരു ക്രൈം ചെയ്തത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അത് സ്റ്റാലിൻ പോലൊരാൾ ഭരിക്കുന്ന തമിഴ്നാട്. ഈ തമിഴ്നാടിൻ്റെ കാര്യം നമ്മൾ എടുത്തു കഴിയുമ്പോൾ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നത് തമിഴ്നാട്ടിലാണെന്നുള്ളതാണ് ഒരു വസ്തുത. ഉദയനിധി സ്റ്റാലിൻ ഒരു വിവാദ പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, സനാതനധർമ്മത്തിൽ തിരിച്ചു പോക്കാണ്, നമ്മൾ പിന്നിലേക്കുള്ളൊരു പോക്കാണെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK അവർക്ക് എപ്പോഴും പറയാനാണെങ്കിൽ ആരണൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവരും എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞൊരു സാധനമാണ്. അവരെപ്പോഴും അത് ഈ ആരണൈസേഷൻ പിടിച്ചു കൊണ്ടുവന്ന് തിരിച്ചിട്ടിട്ട് ദ്രാവിഡരെ അത് ചെയ്യുന്നു. ഇവിടെ എല്ലാത്തിലും സവർണത, നമ്മൾ കേരളത്തിലും ഉണ്ട് അതേ ഒരു ഹെജിമണി അല്ലേ, എന്തിനും സവർണത. അപ്പം അത് കൊണ്ടുവന്നിട്ടിട്ട് എപ്പോഴും അവർ തുറപ്പിച്ചിട്ടിടുന്നതാണ്. പക്ഷേ ദ്രാവിഡ മുന്നേറ്റ കലകൾ DMK അല്ലെങ്കിൽ ADMK ദ്രാവിഡ മുന്നണി ഭരിക്കുന്ന തമിഴ്നാട്ടിൽ അവർക്ക് ഇതുവരെയും ഒരു സ്റ്റേൺ സ്റ്റെപ്പ് എടുത്തിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും. ഒന്ന് ദുരഭിമാന കൊലയാണ്, മറ്റൊന്ന് ഈ ജാതീയപരമായിട്ടുള്ള ഈ ഒരു ഏറ്റവും കൂടുതൽ തമിഴ്നാടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ദുരഭിമാന കൊലകളുടെ കാരണം തേടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്താണ് ശരിക്കുള്ള വസ്തുത. ഒപ്പം ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ കുട്ടി ശൈശവം എന്നല്ല, ശൈശവം എന്ന് പറയാൻ പറ്റില്ല ലാസ്റ്റ്. പക്ഷെ കേരളത്തിലും ഏറ്റവും നമ്മളും പ്രബുദ്ധരാണെന്ന് പറയുന്നു. 2024 ഏപ്രിൽ ഇപ്പം മനോരമയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോടാണെന്ന് തോന്നുന്നുണ്ട്, ഇതുപോലെ 9ാം ക്ലാസ്സുകാരി, അത് മധുരയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിച്ചു. 28കാരൻ കല്യാണം കഴിച്ചു. പക്ഷെ ആ കുട്ടി സത്യബാബ എന്ന് പറഞ്ഞ കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് ആവശ്യപ്പെട്ടു പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വാർത്ത വന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, പ്രബുദ്ധത ഉള്ളത് കൊണ്ടാവാം കേരളത്തിൽ ഇത് വലിയൊരു വാർത്ത ആയിട്ടില്ല. പലപ്പോഴും അതാണല്ലോ നമ്മുടെ അവിടെ സംഭവിക്കുന്നത്. ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ 1 ടാഗ് ലൈൻ ഇളകിപ്പോകുന്ന ഫീൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതൊന്നും ചർച്ച ആവുന്നില്ല. അതിന് 2 വർഷം മുമ്പ് നമ്മൾ കഴിച്ചു കണ്ണൂരിലും ഇതേ സമാനമായ 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇതൊക്കെ വാർത്തകളാവുമ്പോൾ മാത്രം അറിയുന്നു. ഇത് 9ാം ക്ലാസ്സിലെ കുട്ടി കൗൺസിലറിന്റെ അടുത്ത് പോയത് കൊണ്ടാണ് പുറലോകം അറിഞ്ഞത്. അപ്പൊ നമുക്കും ഇതേ ഇൻസ്റ്റൻസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നാഷണൽ സർവേ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ 6.4% മാത്രമാണ് 18 താഴെ ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ അത് വളരെ വലിയൊരു വിഷയമായിട്ട് ഈ വിവരാവകാശ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് അത് നിലനിൽക്കുകയാണ്. അവിടുത്തെ ഒരു പ്രശ്നം, തമിഴ്നാട്ടിലെ ഒരു പ്രശ്നം ദാരിദ്ര്യം, അതുപോലെ സാമ്പത്തിക പ്രയാസം. ഇതൊക്കെയാണ് പെൺകുട്ടികളെ വളരെ നേരത്തെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായി മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അത്ര ഒരു സാമ്പത്തിക പ്രയാസമോ ദാരിദ്ര്യമോ ഒന്നും ഇല്ല. അതുമാത്രമല്ല, ഇവർക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് അവരെ പഠിക്കണം എന്നുള്ള ചിന്ത. തീർച്ചയായും. അല്ല, തമിഴ്നാട്ടിൽ ഇത് പണ്ട് തൊട്ടേ ഒരു പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറഞ്ഞ വലിയൊരു വിഷയം തന്നെയായിരുന്നു. നമുക്കറിയാം മുസ്ലിംപട്ടി പോലെയുള്ള ഗ്രാമങ്ങളിലൊക്കെ പെൺകുട്ടി ജനിക്കുമ്പം വായിൽ നെന്മണി ഇട്ട് കൊടുത്ത് കൊല്ലുന്ന ഒരു ക്രൂരമായിട്ടുള്ള സിസ്റ്റം അതൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ജയലളിതയുടെ കാലത്തൊക്കെയാണ് അവരത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ജനിക്കുമ്പം അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നത്.
പക്ഷെ കേരളത്തിൽ എടുത്തു നോക്കുമ്പം ഈ ഒരു കാര്യം സാമ്പത്തികമായിട്ട് നമ്മൾ ഒന്ന് എഡ്യൂക്കേഷൻ്റെ കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല എന്താ പറയുക അവസരം ഇവിടെ കേരളത്തിലുണ്ട്. പക്ഷെ കേരളം എങ്ങനെ ഇക്കണോമിക്കലി ഇങ്ങനെ വളരുന്നു അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ പോകുന്നു അവരുടെ ഗൾഫ് ബൂമാണ്, അല്ലാതെ നമ്മുടെ വേറെ ഒരു ഭരണം കൊണ്ടോ ഒന്നുമല്ല നമുക്കൊരു വികസനം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലത് ഒന്നാമത് സ്റ്റേറ്റ് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റേറ്റ് ആണ്, കേരളം പോലെയല്ല. അപ്പം അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ജാതീയമായിട്ടുള്ള വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അവിടെയും ഈ ആക്ടിവിസ്റ്റുകളും ഇങ്ങനെയുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞാലും പെരിഫറലി വലിയ വലിയ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യാതെ അവർക്ക് എപ്പോഴും ഈ ഒരു വിവാദം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ലായിരിക്കും അല്ലെ, നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ജാതിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിവാദം കൊണ്ടുവരിക, അല്ലെങ്കിൽ സനാതന ധർമ്മം, അവർക്കിപ്പോഴും ഈ ഒരു ആർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ലോക്കൽ ലാംഗ്വേജ് പ്രോബ്ലം, അവർക്കിപ്പോഴും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനത്തെ ഭാഷ അതിനോട് ഒരു എന്താ പറയുക മാറി നിൽക്കുക. തമിഴ്നാട് അതൊരു കൾച്ചർ ആണെന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടം, അങ്ങനത്തെ രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്ത് പറ്റുന്ന അവർക്കൊരു സോഷ്യലി ചിന്തിക്കാനുള്ള ഇപ്പോഴും ഗ്രാമീണ മനുഷ്യരുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ പൊട്ടക്കിണറ്റിലെ ഒരു തവള പോലെയുള്ളൊരു അവസ്ഥയാണ്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു അവസ്ഥയ്ക്കുള്ളൊരു കാരണം. ഈ ഗവൺമെൻറ്, തമിഴ്നാട്ടിലെ ഗവൺമെൻറ് പുതുമൈ പെൺതിട്ടം എന്ന് പറഞ്ഞിട്ടൊരു ബോധവൽക്കരണ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ 2 ദിവസം മുമ്പുണ്ടായ കൊലപാതകം ഉൾപ്പെടെ തീർച്ചയായും അത് ഒരു കാരണമില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അവർ അങ്ങനെയാണെങ്കിൽ റിഫോംസ് ഓക്കെ ഭരണം ഓരോ മാറി വരുന്നതനുസരിച്ച് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തോ അവിടെ തമിഴ്നാടിൻ്റെ ഒരു വിഷയം വെച്ച് നോക്കുമ്പം ഏറ്റവും ഇപ്പോഴും നമ്മളൊരു പ്രിമിറ്റീവ് ഏജിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാലിൻ്റെ തമിഴ്നാട് എന്നുള്ള രീതിയിൽ വാഴ്ത്തുപാട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ ചർച്ച, ഈ കമ്പത്തെ ഇഷ്യൂ തന്നെ ശരിക്കും വലിയ രീതിയിൽ ഒരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. 16 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിക്കില്ല എന്ന് വീട്ടുകാർ 2 വർഷം കാത്തിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഞാൻ ആലോചിച്ചു, അത് ഉത്തരേന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഏത് രീതിയിൽ വലിയൊരു വാർത്തയായിട്ട് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചേനെ അല്ലേ. പക്ഷെ അതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു ഇതായി. ഇത് വളരെ വലിയൊരു സോഷ്യലി ആയിട്ടുള്ളതാണ്, വിവരാവകാശ രേഖയാണ്. ആധികാരികമായിട്ടുള്ള ആരും പറഞ്ഞുണ്ടാക്കിയല്ല, ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. അപ്പോൾ അത് വളരെ ശരിക്കും അഡ്രസ് ചെയ്യപ്പെടാണ്ടായിട്ടുള്ള വിഷയമാണ്. നമുക്ക് നോക്കാം അതിന് ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ ചെയ്യുന്നുണ്ട്. സൗജന്യ യാത്ര ഉൾപ്പെടെ ബസ് യാത്ര സൗജന്യമാണെന്ന് തോന്നുന്നു. അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയൊരു എലമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ജാതീയത ഭയങ്കരമാണ് തമിഴ്നാട്ടില്. ഇപ്പൊ അത് മാറ്റം വരുന്നുണ്ട്, കുറേ മാറ്റം വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ, അവർ എപ്പോഴും അവർ തന്നെ മാറി മാറി ഭരിച്ചിട്ട് ദ്രാവിഡ മുന്നേറ്റ അങ്ങനെ ഭരിച്ചിട്ട് എന്തുകൊണ്ട് അതിനെതിരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല. സാമ്പത്തികമായിട്ട് വളർന്നിട്ടുണ്ട്, അത് വട്ടിപ്പലിശ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും കുറെ. പക്ഷെ സോഷ്യലി ഒരു ഗ്രോത്ത് വന്നിട്ടില്ല. പക്ഷെ അത് അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളം കമ്പയർ ചെയ്യുമ്പം ആ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ട്, സോഷ്യലി ഉള്ള. പക്ഷെ എന്നാൽ പോലും ഇവിടെയും എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂ മച്ച് ഒരു രാഷ്ട്രീയത്തിലേക്ക് അധപതിച്ചു പോകുന്നുണ്ട് അല്ലേ. ഒരു നമുക്ക് പലപ്പോഴും രാഷ്ട്രീയം തലയിൽ കയറി കഴിയുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു. അവിടെ വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു മെറിറ്റ് നോക്കത്തില്ല. ഇത് എനിക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, അവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, എന്തൊരു സാമൂഹിക പ്രശ്നമാണെന്നല്ല. അവിടെ നമ്മളത് നോർമലൈസ് ചെയ്ത് ആ ഒരു രീതിയിൽ പോവുകയാണ്. അത് വളരെ മോശം പ്രവണതയാണ്. തമിഴ്നാട്ടിലും അത് തന്നെയാണല്ലോ. തമിഴ്നാട്ടിൽ ആ ഒരു വിവാദം, അതുപോലെ ഇടയ്ക്ക് ഒരു കറുപ്പർക്കൂട്ടത്തിൻ്റെ ഒരു വിവാദം ഉണ്ടായിരുന്നു. ഒരു ശ്ലോകം എടുത്തിട്ട് അല്ലെ, അതിനെതിരെ വിവാദം ഉണ്ടായിരുന്നല്ലോ സ്കന്ദ ഷഷ്ടിയായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനത്തെ അനാവശ്യ കാര്യങ്ങൾക്ക് അവർ ഭയങ്കര പ്രശ്നം. പക്ഷെ അവിടുത്തെ ഒരു ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ പ്രശ്നം വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ക്രിമിനൽസിനൊക്കെ ഇടയ്ക്കൊക്കെ അവർ പോലീസ് 1-2 ക്രൈമൊക്കെ ചെയ്യാൻ, പിന്നീട് ഗുണ്ടകളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അത് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ പോലെ അല്ല, ആ ഒരു കാര്യത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും വളരെ വിഷമമുള്ള 40-50 കേസൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും കലശി നടക്കുകയാണ്, ഇരച്ചടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇതാണ്. പക്ഷെ ഈ കേരളത്തിൽ ഇല്ലെന്നല്ല കേട്ടോ, ഈ വിവാഹങ്ങൾ, ബാലവിവാഹങ്ങൾ റിപ്പോർട്ട് ഇവിടെ വാർത്ത ആവുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കിവിടെ അങ്ങനെ നേരത്തെ പലയിടങ്ങളിൽ നിന്നും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായും, കാരണം ഞാൻ മാലദ്വീപിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോഴും മാലദ്വീപിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടുള്ള അവരുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാലദ്വീപിൽ ചെന്നപ്പോൾ കണ്ടിട്ടുള്ള എൻ്റെ ഐലൻഡിൽ തന്നെ മാലി കല്യാണം എന്നൊരു സംഭവം നമ്മുടെ കേരളത്തിൽ വ്യാപകമായിരുന്നു. അപ്പൊ അന്ന് കല്യാണം കഴിച്ചു കൊണ്ടായപ്പം ഞാൻ മീതു എന്ന് പറഞ്ഞൊരു ഐലൻഡിലായിരുന്നു. തിരുവനന്തപുരത്ത് വെള്ളപ്പശാലയുള്ളൊരു ചേച്ചി
അന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ്. അപ്പൊ അന്ന് ആ ചേച്ചിക്ക് 15 വയസ്സ്. 15 അതായത് അത് അടുത്ത കാലത്താണ് കേട്ടോ കല്യാണം എന്ന് പറയുമ്പോൾ. ഞാൻ പോണത് ഒരു 2011 മാൽഡീവ്സിൽ പോണേ. അപ്പൊ അതിന് ഒരു 10 വർഷം മുമ്പൊക്കെയാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നേക്കണേ. അപ്പൊ ആലോചിച്ച് നോക്കണം, ഒരു 2000-ലൊക്കെ സംഭവം ഉണ്ട്. അന്ന് 14-15 വയസ്സുള്ള സ്ത്രീ. അപ്പൊ അവര് പറഞ്ഞു അവിടെയൊക്കെ വന്നിട്ട് ബ്രോക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അതൊക്കെ കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് ബ്രോക്കർമാർ വന്നിട്ട് ഏറ്റവും വർക്കല പോലെയുള്ള സ്ഥലത്തും ഒക്കെ ഉള്ള ഏറ്റവും പാവപ്പെട്ട രീതിയിലുള്ള ഫാമിലിനെ ഇതുപോലെ പറഞ്ഞിട്ട് ഈ കല്യാണത്തിന് കൊടുക്കും. മാലി കല്യാണം അത് വ്യാപകമായിരുന്നു. പിന്നീട് അത് മൈസൂരിലുണ്ടായിരുന്നു തോന്നുന്നു, ആ ഒരു ഇതിലൊക്കെ വായിച്ചിരുന്നു. പക്ഷെ നമുക്ക് മാലി കല്യാണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ അത് കുറെ മാറിയിട്ടുണ്ട് പരക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. ഓരോ ഐലൻഡിലും കല്യാണം കഴിച്ചു. ആ ചേച്ചിയുടെ തന്നെ ബന്ധുക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ അതും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കായിരുന്നു കേട്ടോ. അതാലോചിച്ച് നോക്കണം അവിടത്തേക്ക്. അതാണ് അപ്പോൾ വലിയ അന്തരം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് നടന്നു. അപ്പം ഞാനും ചോദിച്ചു, അതപ്പം വീട്ടുകാർ ഇങ്ങനെ ഇതാക്കി കല്യാണം കഴിപ്പിച്ച് അന്ന് ചെറുതല്ലേ 2000 ഒക്കെ ആകുമ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നടന്നതേ ഉള്ളൂ ആ സംഭവം. അതെ. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ ഈ സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ പലപ്പോഴും ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാറ്റങ്ങളുണ്ട് ഒരുപാട്, സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങളും സിനിമകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാടം വന്നൊരു വിലാപമൊക്കെ അതിന്റെ വളരെ ഇതായിട്ടുള്ള അപ്പോൾ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കേരളം ഇപ്പോഴും നോക്കിയാൽ സർവേ വെച്ച് നോക്കുമ്പോൾ 6.4 നമുക്ക് വരുന്നുള്ളൂ ശതമാനം നാഷണൽ സർവേയിലൊക്കെ വരുമ്പോൾ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്.